സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ രാപ്പകൽ സമരം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന മഹാപ്രതിജ്ഞാ റാലിയുടെ ആയിരിക്കും അവർ സമരം അവസാനിപ്പിക്കുക. ഈ പരിപാടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാവും ഉദ്ഘാടനം ചെയ്യുക. 1000 രൂപ വേതനത്തിൽ വർധനയുണ്ടായി, അത് തങ്ങളുടെ സമരത്തിൻ്റെ വിജയമാണ് എന്ന് മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് അത് അവരുടെ സമ്മർദ്ദവും സമരവും കൊണ്ടല്ല ഈ 1000 രൂപ കൂട്ടിയത്, പക്ഷേ അവരങ്ങനെ വിശ്വസിച്ചോട്ടെ എന്ന് അവരെ ആശ്വസിച്ചോട്ടെ എന്ന രീതിയിലുള്ള മഹാമനസ്കതയാണ് ഇന്നലെ ധനമന്ത്രി കാണിച്ചത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയാം അലക്സ്. ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് ആശാപ്രവർത്തകരുടെ ഈ സമരം ആരംഭിച്ചത്. അവരെ സംബന്ധിച്ചത് ഐതിഹാസികമായ സമരമാണ്. 266-ാം ദിവസം ആ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കാണുന്ന സമരപ്പന്തൽ അവർ പൊളിച്ചു മാറ്റുകയാണ്. ഈ 266 ദിവസത്തെ സമര പരമ്പര അവർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുടി മുറിച്ച പ്രതിഷേധത്തിൻ്റെ ബാക്കി പത്രം, ആ മുടി ഇപ്പോഴും അവിടെ തൂക്കിയിട്ടുണ്ട്. അവർക്ക് ഇവിടെ ഒന്ന് ഉപജീവനത്തിന് പ്രതീകാത്മകമായ അവരുടെ തയ്യൽ മെഷീൻ അവിടെ ഇരിക്കുന്നുണ്ട്. വായിക്കാൻ പുസ്തകങ്ങളുണ്ട്. അവിടെ ആൻ ഫ്രാങ്കിൻ്റെ ഒരു ഡയറി കുറിപ്പ് ആ പുസ്തകത്തിൽ കാണാം. ഒരു 14 വയസ്സുകാരിയുടെ ഡയറി കുറിപ്പ് എന്നൊരു പുസ്തകം അവിടെയുണ്ട്. ആൻ ഫ്രാങ്കിനെ നമുക്കറിയാം, നാസി ഭരണം അതിൻ്റെ ഭീകരത ലോകത്തെ അറിയിച്ച 14 വയസ്സുകാരിയാണ് ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് ഒരു പ്രശസ്തമായ ഒരു കോട്ട് ആ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഇൻ സ്പൈറ്റ് ഓഫ് എവറിത്തിങ് ഐ സ്റ്റിൽ ബിലീവ് ഇൻ ഹ്യൂമൻ. അതായത് എന്ത് സംഭവിച്ചിട്ടും ആളുകളിൽ ഞാൻ വിശ്വസിക്കുന്നു, അതായത് മനുഷ്യരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആൻ ഫ്രാങ്ക് ആ ഡയറി കുറിപ്പിൽ പറഞ്ഞത് മുമ്പ് വായിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ സമരത്തിൻ്റെ ഒരു സമര പരമ്പരയുടെ ഒരു കാര്യവും. അതായത് എന്തൊക്കെ പ്രതികൂല കാലാവസ്ഥ അവർ നേരിട്ടു, എന്തൊക്കെ പ്രതികൂല സംഭവ വികാസങ്ങൾ അവർ നേരിട്ടു. അവർ സമരം 266-ാം ദിവസത്തിലേക്ക് എത്തുന്നു. 1000 രൂപ അവരുടെ ഓണറേറിയത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. 7000 രൂപ പ്രതിമാസം ഓണറേറിയത്തിൽ നിന്ന് 21,000 രൂപയായി ഉയർത്തുക. ഒപ്പം അവരുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട ഈ സമര ആവശ്യങ്ങളായി അവർ ഉയർത്തിക്കാണിച്ചത്. ഈ ചേച്ചിയൊക്കെ എവിടെയുണ്ട്? ചേച്ചി സമരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മുടി കുറിച്ചാണ്. സമരം ഇന്ന് അവസാനിപ്പിക്കുകയാണല്ലേ ചേച്ചി? സമരം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം അവസാനിച്ച് പോകുന്നില്ല. ഞങ്ങൾ ഇനി സമരം നടത്തും. ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ 21,000 രൂപ ആവശ്യപ്പെട്ടതിൽ വെറും 1,000 രൂപ മാത്രമേ തന്നിട്ടുള്ളൂ. ഞങ്ങൾ സമരം വിജയിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോഴൊന്നും വിജയിച്ചു പോകുന്നത്. 21,000 രൂപ കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. സമരം വ്യാപിപ്പിക്കും. നല്ല രീതിയിൽ വ്യാപിപ്പിക്കും. ഞങ്ങൾ ഇനി പിറകോട്ട് പോകില്ല, മുന്നോട്ട് തന്നെ നീങ്ങും. അതാണ് പറയുന്നത്. സമരസമിതി നേതാക്കളുണ്ട്. ഈ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. അതേസമയം സമരം തുടരുകയും ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ സമരത്തിൻ്റെ ഉയർന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ജില്ലകളിലേക്കും പ്രാദേശിക തലങ്ങളിലേക്കും ഈ വിഷയം കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ട് അതിൻ്റെ വ്യാപകമായ പ്രചരണം നടത്തി ഞങ്ങൾ ഈ സമരത്തിൻ്റെ 1-ാം വാർഷികം ഫെബ്രുവരി 10-ന് തിരിച്ചിവിടെ എത്തും. ആയിരങ്ങളായിട്ടെത്തും. ഞങ്ങൾ ഉയർത്തിയ ഈ ഡിമാൻഡ് നേടാതെ ഞങ്ങൾ പിന്നോട്ടില്ല. അത് തന്നെയാണ് തീരുമാനം. ഇന്നിപ്പോൾ വലിയ സമരപ്രതിജ്ഞ റാലിയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു പരിപാടികളുടെ ഒരു രൂപം എങ്ങനെയാണ്? ഇന്നത്തെ പരിപാടികൾ നമ്മൾ രാവിലെ നമ്മൾ ആശമാരെല്ലാ ജില്ലകളിൽ നിന്നും വന്നു ചേരും. ഞങ്ങളെ ഇതുവരെ പിന്തുണച്ചിട്ടുള്ള മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരെയും വിളിച്ചിട്ടുണ്ട്. അവർ എല്ലാവരും വരും. MLA-മാർ, MP-മാർ, രാഷ്ട്രീയ പ്രതിനിധികൾ അവരെല്ലാവരും വരും. അപ്പോൾ ഉച്ചവരെ ആ പരിപാടിയും അതിനിടയിൽ നമ്മുടെ റാലിയും പ്രതിജ്ഞയും അതിനുശേഷം വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് നമ്മൾ ബാക്കി പന്തൽ അവസാനിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളിവിടെ പായസവും കൂടി വയ്ക്കും. വൈകുന്നേരം ആകും ഇതെല്ലാം അവസാനിക്കുന്നതിന്. ഒരു കാര്യം കൂടി, അതായത് 266 ദിവസത്തെ ഈ സമരത്തെ എങ്ങനെ ഓർക്കുന്നു? ചുരുങ്ങിയ വാക്ക്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഒരു സമരശക്തിയായി ഈ സ്ത്രീ തൊഴിലാളികൾ ഉയർന്നു വന്ന സമൂഹത്തിന് വലിയൊരു മാതൃകയായിരിക്കുകയാണ്. വിട്ടുവീഴ്ച ചെയ്യാതെ എന്ത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സ്ത്രീകൾക്ക് കരുത്തുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്ത സമരമാണ്. വളരെ അഭിമാനമുണ്ട്. ധനമന്ത്രിയുടെ വാക്കുകൾ എങ്ങനെ കാണുന്നു? അത് അദ്ദേഹത്തെ പോലൊരാൾ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. ഒരു ജനകീയ സമരത്തെ ഇത്ര മോശമായി കൈകാര്യം ചെയ്ത് അതിനോട് ഞങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു മന്ത്രി പറയുമ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് തരം ജനകീയ സമരങ്ങൾ നടത്തിയാലും ഞങ്ങൾ ഭരിക്കുന്നവർക്ക്, ഇവർ മാത്രമല്ല ഏത് ഭരണകർത്താക്കളും ഒരു ജനാധിപത്യ ക്രമത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഈ പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഏകാധിപതികളെ പോലെ ഭരണാധികാരികൾ പെരുമാറാൻ പാടില്ല. ജനഹിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. ഭരണാധികാരി 100% സമരം വിജയം.
സമരം തീർച്ചയായിട്ടും വിജയമാണ്. അതിൻ്റെ സാമ്പത്തിക നേട്ടത്തിൽ മാത്രം മുൻനിർത്തിയല്ല, അത് സൃഷ്ടിച്ച സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള എല്ലാ ഇമ്പാക്റ്റുകളെയും കണക്കിലെടുത്തുകൊണ്ട് 100% വിജയമാണ് ഈ സമരം. താങ്ക് യു. അത്തരത്തിൽ എസ്കാൻ സമരം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വൈകുന്നേരമാകും, അതായത് ഉച്ചയോടുകൂടി നേതാക്കളൊക്കെ എത്തും. 11:30 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെത്തി ഈ സമരത്തിൻ്റെ സമാപനം ഉദ്ഘാടനം ചെയ്യും. അവരുടെ സമരപ്രതിജ്ഞ റാലി നടക്കും. വൈകുന്നേരം 3 മണിയോടുകൂടി പായസമൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്തതിനു ശേഷം ഈ പന്തൽ അഴിച്ചു തുടങ്ങുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ 266 ദിവസം നീണ്ട ആശാമാരുടെ സമരം ഇന്ന് താൽക്കാലികമായി അവസാനിക്കുകയാണ്. ഓക്കെ, അലക്സ മുഹമ്മദാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ആശാ വർക്കേഴ്സിന്റെ സമരപന്തലിൽ നമുക്കൊപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.